എന്തുകൊണ്ടാണ് സാക്ഷി പറയുക എന്നുള്ളതിന് എത്ര പ്രാധാന്യം കൊടുത്തത്? അല്ല, പണ്ട് കാലത്ത് മനുഷ്യൻ്റെ ഹക്കുകൾ, ഓരോരുത്തരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ഷഹാദത്തിലൂടെ മാത്രമാണ്. അല്ല, ഇന്നിപ്പോൾ ഒരു കേസ് ഉണ്ടായാൽ, ഒരു കുറ്റകൃത്യം നടന്നാൽ അത് തെളിയിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ശാസ്ത്രീയമായ മാർഗ്ഗങ്ങളുണ്ട്, അന്വേഷണത്തിന് പല മാർഗ്ഗങ്ങളുണ്ട്, സാങ്കേതിക വിദ്യ ഉണ്ട്. പണ്ട് അതൊന്നുമില്ല. പണ്ട് ഒരു കൊലപാതകം നടന്നാൽ സാക്ഷി മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു മാർഗ്ഗവുമില്ല. CCTV ഇല്ല, അതുപോലെ തന്നെ രക്തം പരിശോധിക്കലില്ല, ഒന്നുമില്ല. സാക്ഷികളിലൂടെ മാത്രമാണ് ഇത് നടക്കുന്നത്. സാക്ഷി പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ്റെ ഹക്ക് നഷ്ടപ്പെട്ടു പോകും. മരിച്ചവൻ കുടുംബത്തിന് നഷ്ടം. സാക്ഷി പറഞ്ഞാൽ അവൻ്റെ ഹക്ക് ഒന്നുകിൽ വധശിക്ഷ അല്ലെങ്കിൽ നഷ്ടപരിഹാരം ഒക്കെ കിട്ടും. അപ്പോൾ ഷഹാദത്ത് അത് പറയുക എന്നുള്ളത്, ചിലപ്പോൾ ഷഹാദത്ത് പറയുന്നതിന് പേരിൽ പറഞ്ഞവന് പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ തിരിച്ച് അവനെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഷഹാദത്തിന് ഇത്ര വലിയ പ്രാധാന്യം. അമാനത്തിനെ കുറിച്ച് പറഞ്ഞ് തൊട്ട് അടുത്ത ആയത്തിൽ ഷഹാദത്തിനെ കുറിച്ച് പറയാൻ കാരണം എന്താണ്? അമാനത്തുകൾ സംരക്ഷിക്കപ്പെടുക ഷഹാദത്തിലൂടെയാണ്. നിങ്ങൾ എന്നെ എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചു, അത് ഞാൻ നിഷേധിച്ചാൽ വേറൊരാളുടെ ഷഹാദത്ത് കൊണ്ട് ഇവന് തിരിച്ചു കിട്ടും. അത് തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഷഹാദത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വലാ തക്തുമു ഷഹാദത വമൻ യക്തുംഹാ ഫഇന്നഹു ആസിമുൻ ഖൽബുഹു. നിങ്ങൾ സാക്ഷി മൊഴികൾ മറച്ചു വെക്കരുത്, വാജിബാണ്. വമൻ യക്തുംഹാ, ആരാണത് മറച്ചു വെക്കുന്നത്? ഫഇന്നഹു ആസിമുൻ ഖൽബുഹു, അവൻ പാപിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴാണ് നിർബന്ധമാവുക ഷഹാദത്ത്? ഷഹാദത്ത് നിർബന്ധമാവുക നമ്മളൊരു കേസിന് സാക്ഷിയാണ്, ഒരിടപാടിന് സാക്ഷിയാണ്, രണ്ടുപേര് തമ്മിൽ ഒരു കച്ചവടം നടത്തി നമ്മൾ സാക്ഷിയാണ്. നമ്മൾ സാക്ഷി പറയാത്തതിൻ്റെ പേരിൽ ഒരാളുടെ ഹക്ക് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായാൽ വേറൊരാൾ സാക്ഷിയായിട്ട് വരാനുമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായി അവിടെ സാക്ഷി പറയുക എന്നുള്ളത് നിർബന്ധമായി. നമ്മൾ വിളിക്കാതെ തന്നെ പോയിട്ട് സാക്ഷി പറയുക എന്നുള്ളത് ആവശ്യമായ സന്ദർഭത്തിൽ, ആവശ്യമില്ലാതെയല്ല, ആവശ്യമുള്ള സ്ഥലത്ത് നമ്മളോട് ആവശ്യപ്പെടാതെ തന്നെ പോയി സാക്ഷി പറയുക എന്നുള്ളത് അത് വളരെ നല്ല കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, സയ്യിദ് ബിൻ ഖാലിദ് അൽ-ജുഹനി റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, അല ഉഖ്ബിറുക്കും ബിഖൈരി ശുഹദാ, ഏറ്റവും നല്ല സാക്ഷി ആരാണെന്ന് പറഞ്ഞു തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അല്ലദീ യശ്ഹദു ഖബ്ല അൻ യുസ്അലഹ, തൻ്റെ സാക്ഷിമൊഴി ചോദിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് പോയി സാക്ഷി പറയുന്നവനാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ കോടതിയിലൊരു കേസ് നടക്കുകയാണെന്ന് ശേഷം, നമ്മൾ ഏത് കോടതിയിലാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ കോടതിയിലൊരു കേസുണ്ട്, നമ്മൾ സാക്ഷിയാണ്. ഇപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ നടന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ ആൾക്കാർക്ക് മടിയായിരിക്കും സാക്ഷി പറയാൻ. നമ്മൾ പോകാത്തത് കൊണ്ട് ഒരാളുടെ ഹക്ക് നഷ്ടപ്പെടുമെങ്കിലോ, പോയാൽ തലവേദനയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും പോയിരിക്കണം, ഒരാളുടെ ഹക്ക് നഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ.